മനു 40 എന്നുള്ള സീറ്റെണ്ണം കോൺഗ്രസിൻ്റേത് പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ മമതാ ബാനർജിയാണ് പറഞ്ഞു വെക്കുന്നത്, നേതാവായ അത് മോദി കടമെടുത്ത് ആവർത്തിക്കുകയാണ്. 40-നപ്പുറം പോവില്ല പരമാവധി എന്ന്. 400 BJP NDA സഖ്യം പറയുമ്പോൾ 40 എന്ന സഖ്യം കണക്ക് എത്ര ചെറുതാണ് എന്നുകൂടി മനസ്സിലാക്കണം. ഈ അമിതാത്മവിശ്വാസം മോദി തുടർച്ചയായി പ്രകടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്? ഇത് പ്രധാനമായും ഒരു മോദി തരംഗം ആണ് ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് വളരെ കൃത്യമായ സൂചന നൽകുകയാണ്. മാത്രമല്ല, ഈ പാർലമെൻറ്റിൻ്റെ സമ്മേളനവും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദി എന്ന തരത്തിലേക്ക് മാറ്റുന്നു പ്രധാനമന്ത്രി. ഇനി ഇപ്പോൾ ഇത് വെള്ളിയാഴ്ച വരെ നീളും എന്നാണ് പാർലമെൻറ്റ് സമ്മേളനം എന്നാണ് ആദ്യം കരുതിയിരുന്നെങ്കിലും ഇത് ശനിയാഴ്ച വരെ നീളും എന്ന് മനസ്സിലാകുന്നു. ശനിയാഴ്ച ഒരു ധവളപത്രം BJP സർക്കാർ അധികാരത്തിൽ അല്ലെങ്കിൽ NDA സർക്കാർ അധികാരത്തിൽ വന്ന കാലവും അതിന് മുൻപേ ഉള്ള കാലവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തിക്കൊണ്ടുള്ള ഒരു ധവളപത്രം, വൈറ്റ് പേപ്പർ പാർലമെൻറ്റിൽ വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിഷയം, അതായത് കോൺഗ്രസ് കാലഘട്ടവും മോദി കാലഘട്ടവും ഒരു താരതമ്യം ചെയ്തുകൊണ്ട് അതിലൂടെ ഒരു മോദി തരംഗം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമാണ് പ്രധാനമായും പ്രധാനമന്ത്രി നടത്തുന്നത്. ഈ ശക്തമായ ഈ വിശ്വാസം, അതായത് വലിയ ഭൂരിപക്ഷത്തോടു കൂടി തങ്ങൾ അധികാരത്തിൽ വരും എന്ന് ഈ പറയുമ്പോഴും അതിൽ മറ്റ് പാർട്ടി അല്ലെങ്കിൽ തങ്ങളെ എതിർക്കുന്ന പാർട്ടികൾ കൂടി അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ശക്തമായ ഒരു ശ്രമവും ഇതിൻ്റെ ഭാഗമായി. അതാണ് 440 എത്ര വ്യത്യാസമുണ്ടെന്ന് ആലോചിക്കണം. ഏതാണ്ട് 360 സീറ്റുകളുടെ വ്യത്യാസത്തിൽ മോദിയുടെ ഗ്യാരണ്ടിയായി NDAയ്ക്ക് BJPക്ക് മോദി അങ്ങോട്ട് നൽകുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. 440 സീറ്റുകൾ മാത്രം കോൺഗ്രസിന്, 400+ ഞങ്ങൾക്ക്. അതെ, ഇന്ന് ഇദ്ദേഹം 2-3 കാര്യങ്ങൾ വെക്കുകയാണ്. അതായത് ഒരു വലിയ പ്രധാനമന്ത്രി ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം പ്ലാൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് പൊളിറ്റിക്സിൽ ഇതൊക്കെ ഒരു പുതിയ തന്ത്രങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കും. കാരണം 2047 അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അത്രയും കാലം BJP അധികാരത്തിൽ നിൽക്കണം എന്ന ഒരു സന്ദേശം അദ്ദേഹം വോട്ടർമാർക്ക് നൽകുന്നു. 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് മോദി പറയുന്നത് ഈ തൻ്റെ മോദി 3.0 അല്ലെങ്കിൽ ആ മൂന്നാം മോദി കാലഘട്ടം അത് വികസിത ഭാരതത്തിൻ്റെ ശക്തമായ അടിത്തറ പാകുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഈ രാജ്യസഭയിൽ ഇന്ന് നന്ദി പ്രമേയത്തിന് നൽകിയിട്ടുള്ള മറുപടിയിൽ അതാണ് ഈ ടേം പ്രഖ്യാപിക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമായി ജൂലൈയിൽ ഈ സർക്കാർ തന്നെ ബജറ്റ് അവതരിപ്പിക്കും, അല്ലെങ്കിൽ പുതിയ BJP സർക്കാർ ബജറ്റ് അവതരിപ്പിക്കും എന്ന ആത്മവിശ്വാസത്തിൽ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ തുടർച്ചയായിരിക്കുമെന്ന് പറയുന്നു. മോദി പറയുന്നു 3ാം ടേമിൽ ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് പറയുന്നു. അങ്ങനെ ടേം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് 3ാം ടേം ഉറപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കളത്തിലേക്കാണ് പാർട്ടി. അതെ, ഈ 12ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യയെ 11ാം സ്ഥാനത്ത് പോലും ആക്കാൻ കഴിയാത്തൊരു കോൺഗ്രസ്സാണ് തന്നെ ഇപ്പോൾ പരിഹസിക്കുന്നത്. കാരണം ഈ ഇന്ത്യ ഇപ്പം 3ാം സ്ഥാനത്തേക്ക് വരുന്നു എന്നതിനെ സംബന്ധിച്ച് സാമ്പത്തിക വിദഗ്ധർ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുമായി വരുന്നുണ്ടല്ലോ. ആളോഹരി വരുമാനം നോക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ ഇത് 12ാമത്തെ സ്ഥാനത്തായിരുന്നു. അവിടെ നിന്നാണ് താൻ ഇത്രയും മുന്നോട്ട് കൊണ്ടുവന്നത്. അങ്ങനെയുള്ളൊരു താരതമ്യ പഠനങ്ങൾക്ക് ഇദ്ദേഹം ഒരു സംവാദത്തിന് വേദി തുറക്കുകയാണ് ചെയ്യുന്നത്. ഈ രാജ്യസഭയിൽ, ലോക്സഭയിലെ പ്രസംഗം നമ്മൾ കേട്ടിരുന്നു മനു. ലോക്സഭയിൽ അതിശക്തമായ നിശ്ചിതമായ ഭാഷയിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും മറ്റും വിമർശിക്കുകയാണ്. ഇവിടെ ഇന്ന് രാജ്യസഭയിൽ പറഞ്ഞ പ്രസംഗം അത് ഭയങ്കര രസകരമായ ചില വാക്കുകൾ കൂടി അദ്ദേഹം ഉപയോഗിച്ചത് നമ്മൾ കണ്ടു. അത് തെക്ക് വടക്ക് വിഭജനവുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എത്രയോ അതിനിശ്ചിതമായ രീതിയിൽ പരിഹാസ രൂപേണയാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം ഇന്ന് 2 കമാൻഡർമാർ ഉണ്ടായിരുന്നില്ല. അതിന് അദ്ദേഹം ഒരു ഹിന്ദി വാചകം ഐസാ മോക്ക ഫിർ കഹാ മിലേഗ എന്ന് ഖാർഗെ വിചാരിച്ചു കാണും. അതുകൊണ്ടങ്ങ് ഖാർഗെയുടെ പ്രസംഗം താൻ ആസ്വദിച്ചു എന്നാണ് പറയുന്നത്. കാരണം രാജ്യസഭയിലെയും ലോക്സഭയിലെയും മറ്റും വിരസതകൾ മാറ്റാനായി തനിക്ക് പ്രസംഗം ഉപകരിച്ചു. കാരണം ഖാർഗെയ്ക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്ന ആദ്യമായാണ് പ്രധാനപ്പെട്ട ആളുകൾ ഇല്ലാത്തൊരു സമയത്ത് എന്ന് പറഞ്ഞ് എത്ര വലിയ ഒരു അടിയാണ് കോൺഗ്രസിന് നൽകുന്നത്. അതിന് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി പറയാൻ ഉള്ളവരൊക്കെ ശക്തമായി തന്നെ ആ ഭാഗത്തുണ്ടായിരുന്നില്ല എന്നത് പ്രത്യേകതയാണ്. അത് ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ
അദ്ദേഹം ഈ DK സുരേഷാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. അതായത് തങ്ങൾക്ക് ഇങ്ങനെ ഈ റവന്യൂ അല്ലെങ്കിൽ കേന്ദ്രവിഹിതം കിട്ടുന്ന സാഹചര്യം കുറയുകയാണെങ്കിൽ ഭാവിയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരു പ്രത്യേക രാജ്യമാകണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കേണ്ടി വരും എന്ന ഒരു പ്രഖ്യാപനം അത് നമ്മുടെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറിൻ്റെ സഹോദരനായ DK സുരേഷാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത്. അതിൽ ഒരു നീക്കത്തെ വളരെ ശക്തമായി തന്നെ BJP രാഷ്ട്രീയമായി നേരിടുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് തെക്ക് വടക്ക് എന്നുള്ളൊരു വിഭജനം നിങ്ങൾ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ നോക്കൂ, ഞങ്ങളുടെ നികുതി, ഞങ്ങളുടെ പണം, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ അതെന്തു ഭാഷയാണ്? ഒരു രാജ്യത്തിന് നമ്മൾ നികുതി അടയ്ക്കുമ്പോൾ അത് രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവനിലേക്ക് ആ പണം പോകണം എന്ന് ആഗ്രഹിക്കേണ്ട ഒരു ജനതയാണ് നമ്മൾ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കേരളവും കർണാടകവും അതുപോലുള്ള തമിഴ്നാടുമൊക്കെ ഇത് ഞങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തു തരേണ്ട എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഒന്ന് ഉത്സാഹഭരിതരാക്കുമ്പോൾ അതിനൊരു കൃത്യമായ മറുപടിയാണ് ഇത്. അത് ഈ ജനങ്ങളുടെ മനസ്സിൽ പതിക്കുന്ന ഈ കുറുക്കിക്കൊള്ളുന്ന വിമർശനങ്ങളാണ്. ഈ വടക്ക് കിഴക്കൻ വിഭജനം എന്നുള്ളത് BJP ഇല്ലാതാക്കിയെന്ന് പറയുകയാണ്. ദക്ഷിണേന്ത്യ എന്നോ ഉത്തരേന്ത്യ എന്നോ അല്ല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളോ ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ഇന്ത്യ മൊത്തം ഒരുപോലെയാണ്. അതുപോലെ പണം ഉപയോഗിക്കുന്ന കാര്യത്തിൽ, സംസ്ഥാനങ്ങൾക്ക് പണം നൽകുന്ന കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് വിഭജനമില്ല. ഇന്നത്തെ പ്രധാനപ്പെട്ട നിശിതമായ വിമർശനം ഇപ്പോൾ കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിലും മറ്റും നമ്മുടെ CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം NDA ഇതര സംസ്ഥാനങ്ങളെ വല്ലാത്ത തരത്തിൽ ആക്രമിക്കുന്നു കേന്ദ്രം, NDA സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു, ഇന്ത്യ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് എന്നൊക്കെ പറയുന്നതിന് അതേ നാണയത്തിൽ അതേ ഭാഷയിൽ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും മറ്റ് വിമർശനങ്ങൾക്ക് മോദി മറുപടി നൽകുകയാണ്. അതാണ്. അപ്പോൾ എൻ്റെ പണം, ഞങ്ങളുടെ പണം, അങ്ങനെയുള്ളൊരു വേർതിരിവ് രാജ്യത്ത് സൃഷ്ടിക്കുന്നത് വലിയ അപകടകരമാണ്, ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ് എന്നൊക്കെ ഉള്ള തരത്തിൽ ദൗർഭാഗ്യമാണ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തി. അതായത് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്ന വാദമുന്നയിക്കുന്ന സംസ്ഥാനങ്ങളെ അതിനെ ശക്തമായി എതിർക്കും. അതായത് നന്ദി പ്രമേയത്തിനുള്ള മറുപടി എന്നതിനപ്പുറത്തേക്ക് തൻ്റെ രാഷ്ട്രീയ വേദിയാക്കി പ്രധാനമന്ത്രി ഇതിനെ മാറ്റുകയാണ്. മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിനെ ഇത് കാലാഹരണപ്പെട്ട ഒരു കാലാഹരണപ്പെട്ട പാർട്ടി, അതിനാണ് പറയുന്നത് ഈ രാഹുൽ ഗാന്ധി എന്ന പഴയ ഉൽപ്പന്നത്തെ ഈ നിരന്തരമായി നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുടുംബാധിപത്യം ഒരു കുടുംബത്തിൻ്റെ പാർട്ടി എന്ന രീതി അതേ രീതിയിൽ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് മുക്തരാകാതെ ആ ഉൽപ്പന്നം തന്നെ തുടർച്ചയായി അവതരിപ്പിച്ച് ആ കട പൂട്ടേണ്ടി വരുന്ന അവസ്ഥ എന്ന് അദ്ദേഹം തുടർച്ചയായി ആവർത്തിക്കുന്നു. അതെ, അദ്ദേഹം പറയുന്നത് ഈ കോൺഗ്രസ് എന്ന ആശയം തന്നെ ഒരു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ബ്രിട്ടീഷ് ആശയമാണ് ആ കോൺഗ്രസ് എന്ന ഒരു സംഘടന തന്നെ. അങ്ങനെയൊക്കെ അദ്ദേഹം അതിനെ വല്ലാതെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു വലിയ കാര്യമെന്ന് വെച്ചപ്പോൾ ഇത് രാജ്യസഭയിൽ ഇതിനെ ശക്തമായി എതിർക്കാൻ കോൺഗ്രസിന് ഒരു കരുത്തുറ്റ ഒരു നേതാവില്ല എന്നതുകൂടി പ്രകടമാവുകയാണ്. അതാണ് അതിൻ്റെ മല്ലികാർജ്ജുൻ ഖാർഗെ നേതാവ് ഇപ്പോൾ ഭാരത പര്യടനത്തിലാണ്. പക്ഷെ അവിടെ അതിന് മറുപടി കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. പക്ഷെ അതിന് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ നേരത്തെ നടന്നൊരു യാത്രയുണ്ടല്ലോ, ഈ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്ന ഒരു പ്രധാനപ്പെട്ട യാത്ര, അത് വലിയ വാർത്താ പ്രാധാന്യമുണ്ടായിരുന്നു ആ യാത്രയ്ക്ക്. നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഉണർവ്, പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തിരിച്ചു വരുന്നു, ജനങ്ങളുടെ വലിയ കൂട്ടം അവിടെ സംഭവിക്കുന്നു. പക്ഷേ ആ തരത്തിലുള്ളൊരു പ്രാധാന്യം ഈ രണ്ടാം ന്യായ യാത്രയ്ക്ക്, ഈ പറഞ്ഞ ഭാരത് ജോഡോ യാത്രയ്ക്ക് ലഭിക്കുന്നുണ്ടോ രാഹുൽ ഗാന്ധി യാത്രയ്ക്ക് എന്നുള്ളതാണ്. അവിടെയാണ് ആ യാത്രയെ പോലും അപ്രസക്തമാക്കും വിധമാണ് മോദിയുടെ പ്രസംഗങ്ങൾ കത്തിക്കയറുന്നത് ദേശീയ മാധ്യമങ്ങളിൽ. അല്ല, മാത്രമല്ല അതിനൊരു ചെറിയ പാകപ്പിഴ പറ്റിയത്, അത് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കടന്ന് ആദ്യമായ ഒരു പ്രധാന സ്ഥലത്തെത്തുന്നത് ബംഗാളിലാണ്. അപ്പോൾ അവിടെ മമതാ ബാനർജി വേണ്ടത്ര പിന്തുണ കൊടുക്കുന്നില്ല. മമതാ ബാനർജി പറഞ്ഞത് ഇവർ ഡെറിക്കോ ബെറിൻ ഇങ്ങനെ അറിയിച്ചു ഒരു യാത്ര കടന്നു പോകുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലൂടെയാണ് മാത്രം ഈ യാത്ര കരുതിക്കൂട്ടി കൊണ്ടുപോയി. ഇതൊക്കെ BJPക്കെതിരെയുള്ള വോട്ടുകളെ ശിഥിലമാക്കാൻ വേണ്ടി മാത്രം ഉപകരിക്കുന്ന ഒരു നീക്കമായി പോയി എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം മമതാ ബാനർജിയുടെ ഭാഗത്തുണ്ടായി. അതൊക്കെ കോൺഗ്രസിനെ ചെറിയ തോതിലെങ്കിലും ബാധിച്ചിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി ഇന്ന് നിങ്ങളോട് എനിക്ക് സഹതാപമാണ് എന്ന തരത്തിൽ അങ്ങനെ നിങ്ങൾ തോറ്റു കഴിഞ്ഞു, നമ്മൾ ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, വോണ്ട് ഹാൻഡ്സ് ഡൗൺ എന്ന് ഈ ബോക്സിങ്ങിൽ പറയുന്നത്. വെച്ചാൽ കൈ ഉയർത്തുമ്പോൾ തന്നെ മുന്നേ തന്നെ നമ്മൾ ജയിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വോണ്ട് ഹാൻഡ്സ് ഡൗൺ എന്നുള്ളത് ഞങ്ങൾ മത്സരത്തിന് മുന്നേ ജയിച്ചു കഴിഞ്ഞു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ നിങ്ങളോട് സ്ഥിരമായി പ്രതിപക്ഷത്തിരിക്കാനാണ് നിങ്ങൾക്ക് യോഗം എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഖാർഗെയോടും
അത്തരത്തിൽ പറയുകയാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം ഈ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിനെതിരെ നീങ്ങുന്നു എന്ന ഒരു പ്രതീതിയാണല്ലോ ഇപ്പോൾ ഈ സമരങ്ങൾ നാളെ സർക്കാരിൻ്റെയും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ പിന്നെ കർണാടക സർക്കാർ നേരത്തെ സമരം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ തൻ്റെ ഒരു മന്ത്രം, ഞാൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു, അന്നും താൻ ഉപയോഗിച്ചിരുന്ന ഒരു മന്ത്രം സംസ്ഥാനങ്ങളുടെ പുരോഗതി രാജ്യത്തിൻ്റെ പുരോഗതി. അപ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതി സംസ്ഥാനങ്ങളുടെ കൂടി പുരോഗതി ഉണ്ടായാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശനത്തെ രാഷ്ട്രീയമായി നേരിടാനും അതിന് മറുപടി കൊടുക്കാനും അദ്ദേഹം തുടരെ തയ്യാറാകുന്നതാണ്. അപ്പോൾ നേരത്തെ മനു പറഞ്ഞ പോലെ ഈ ദില്ലി സമരത്തിന്റെ ഇന്നിപ്പോൾ ദില്ലിയിൽ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സമരരംഗത്താണ്. നാളെ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സമരം നടത്തുന്നു അവിടെ. അങ്ങനെ ഈ സമരങ്ങൾക്ക് കേന്ദ്ര അവഗണന എന്ന സമരങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ പറഞ്ഞ പോലെ പരോക്ഷമായി മോദി നൽകുന്നത്.